ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്ക, വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാർക്കോ ഡാപ്സി ഇഷ്യൂ അങ്ങനെ അവസാനം ഡാപ്സിയുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡാപ്സി പറഞ്ഞെന്താ വെച്ചെങ്കിൽ, അവര് ഒരു പാട്ട് വരാൻ വിളിച്ചു, ഒരു പ്ലേബാക്ക് സിംഗർ എന്ന നിലയിൽ പാട്ട് പാടി കൊടുത്തു. അപ്പം അത് ശരിയാക്കി കൊടുക്കേണ്ടതുമല്ല. ആ പാട്ട് അവരുദ്ദേശിച്ച രീതിയിലോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അവർ മാറ്റിയതിൽ ഡാപ്സിക്ക് യാതൊരു പരാതിയുമില്ല എന്നാണ് ഡാപ്സിന്റെ ലേറ്റസ്റ്റ് പ്രതികരണം. ഇത്രയും നാളല്ല ഡാപ്സിനെ കുറേ ആൾക്കാരെ അനുകൂലിച്ചും കുറേ ആൾക്കാരെ പ്രതികരിച്ചും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടിരുന്നു. കുറേ പ്രതികരണ വീഡിയോകൾ കണ്ടു, റിയാക്ഷൻ വീഡിയോ കണ്ടു. ഇതുവരെ ഡാപ്സി അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ച് കണ്ടില്ല. അപ്പോൾ അവസാനമായിട്ട് ഡാപ്സിന്റെ പ്രതികരണം കൂടി വന്നു. എന്നാലും അത് തന്നെയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഡാപ്സി അത്ര മോശം ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ അത്ര മോശം ഒരു റാപ്പറോ അല്ല. കാരണം എത്രയോ നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കിയ ഒരാളാണ് ഡാപ്സി. അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ റാപ്പുണ്ട്, എത്രയോ ഹിറ്റ് പാട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു പാട്ട് മോശമായിന്നോ അല്ലെങ്കിൽ അവർ പാടിയ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ അവരുടെ സൗണ്ട് ഇതിന് മാച്ചായില്ലെന്നോ അല്ലെങ്കിൽ പാട്ടിന് ആ സൗണ്ടിന് അത്ര ഒരു ഗാംഭീര്യം ഇല്ലെന്നോ എന്ന് കരുതി ഡാപ്സിയെ മൊത്തത്തിലങ്ങ് തരം താഴ്ത്താനുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ടോട്ടലി സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരു കൂട്ടം ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ടോട്ടലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഡാപ്സിയുടെ എല്ലാത്തിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഡാപ്സി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഡാപ്സിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്ക, വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്ന് എയറിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക, അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരായ്മകൾ തീർക്കല് ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ലാന്ന് പറയാണ്. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, സപ്പോർട്ട് ചെയ്തങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി, ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിന്റെ തിരക്കും. See guys, thank you so much for the support. എന്തായാലും ഇതാണ് ഡാപ്സിയുടെ പ്രതികരണം. സോ എന്തായാലും ഈ വിഷയത്തിൽ ഡാപ്സിയുടെ പ്രതികരണം വന്നത് നന്നായി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.